ഇന്ന് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വന്നത് കേട്ടോ. ഇത് വെറുതെ ഒരു ചെടി നടുന്ന വീഡിയോ അല്ല. നമുക്കിടയിൽ ആരൊക്കെയുണ്ട്, എൻ്റെ അമ്മ ഉൾപ്പെടെ ഞാൻ പറയാണ്, വീടിനുള്ളിൽ ഒതുങ്ങിക്കൂടുന്ന ഒരുപാട് പേരുണ്ടാവില്ലേ. എപ്പോഴും നമ്മളെ സംരക്ഷിക്കാൻ എല്ലാവരും ഉണ്ടാവും. ഇപ്പോൾ കല്യാണം കഴിയുന്നതുവരെ നമ്മുടെ ആങ്ങളമാരോ അല്ലെങ്കിൽ അച്ഛനോ അമ്മയും എല്ലാവരും നമ്മളെ കൂടെ ഉണ്ടാവും. കല്യാണം കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും നിറവേറ്റിത്തരാൻ നല്ല ഭർത്താവും അതുപോലെ തന്നെ മക്കൾ വലുതായാൽ അവരുണ്ടാവും. എല്ലാം ശരിയാണ്. പക്ഷേ എത്ര പേർക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു വരുമാനം ഉണ്ടായിരിക്കും? പണം എന്ന് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും വെറുതെ വരുമാനമാണ്, അല്ലെങ്കിൽ ചിലപ്പോൾ ആഡംബരത്തിന് മാത്രമുള്ളൊരു വസ്തുവാണ്. പക്ഷേ അതിനേക്കാൾ അപ്പുറത്തേക്ക് നമ്മൾ സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു ഏണിങ്സ് നമുക്ക് ഉണ്ടാകുമ്പോൾ അത് നമ്മുടെ ആത്മാഭിമാനം അല്ലെങ്കിൽ നമ്മുടെ ഒരു കോൺഫിഡൻസ് അതൊക്കെ കൂട്ടിത്തരുന്നില്ലേ? ഇത് കേൾക്കുമ്പോൾ നമ്മൾ പലരും വിചാരിക്കുന്നുണ്ടാവും, ഇനിയിപ്പോൾ എനിക്കെന്ത് ജോലി കിട്ടാനാ, അല്ലെങ്കിൽ ഞാനിനിയിപ്പം പണിയെടുത്തിട്ട് വേണോ ഈ കുടുംബം പോറ്റാൻ, അതൊക്കെ ചിന്തിക്കുന്നുണ്ടാവും. പക്ഷേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ചിലപ്പോൾ നമ്മുടെ കയ്യിൽ ATM കാർഡ് ഉണ്ടാകും, അല്ലെങ്കിൽ നമ്മുടെ ഹസ്ബൻഡിൻ്റെ ക്രെഡിറ്റ് കാർഡ് ഉണ്ടാവും, എല്ലാം കയ്യിലുണ്ടാവും. പെട്ടെന്ന് ഒരു അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ഓട്ടോ സർവീസ് നമുക്ക് ഉണ്ട്, നമ്മുടെ വണ്ടി എടുക്കാൻ നമുക്ക് പറ്റുന്നില്ല, ഓട്ടോക്കാരനെ വിളിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് ഗൂഗിൾ പേയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, റെഡി ക്യാഷ് ആയിരിക്കും വേണ്ടത്. അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ കൊടുക്കാൻ പെട്ടെന്ന് നമുക്ക് ATM വർക്ക് ചെയ്യുന്നില്ല, അപ്പോൾ കയ്യിൽ പൈസ ഉണ്ടായിരിക്കണം. ഇത് അത്യാവശ്യ ഘട്ടത്തിൽ നമുക്ക് ലിക്വിഡായിട്ടുള്ള ക്യാഷ് തന്നെ ചിലപ്പോൾ വേണ്ടി വരും. അങ്ങനെയൊന്നും ഉണ്ടാവാതിരിക്കട്ടെ, എന്നാലും പറയുകയാണ് നമുക്ക് വീട്ടിലിരുന്നു കൊണ്ടും നമുക്ക് സമ്പാദിക്കാം. എങ്ങനെയാണെന്നുള്ളത് കുറച്ച് ടിപ്സ് ഞാനൊന്ന് പറഞ്ഞു തരട്ടെ. ആദ്യത്തേത്, നിങ്ങൾ കേൾക്കുമ്പോൾ ആദ്യം ചിരി വരും, പക്ഷേ അതിൽ വലിയൊരു സത്യമുണ്ട്. ചില്ലറ പൈസ ഉണ്ടാവില്ലേ, ചിലപ്പം ഹസ്ബൻഡിൻ്റെ പോക്കറ്റിൽ നിന്ന് നമ്മൾ അലക്കുന്ന സമയത്തും അതുപോലെ തന്നെ അവരിങ്ങനെ പേഴ്സിലൊക്കെ ചില്ലറയായിട്ട് മാറ്റി വയ്ക്കുന്നതൊക്കെ ഉണ്ടാവും. അതൊക്കെ എടുത്തിട്ട് ഒരു പൈസ കൊടുക്കയില്ലേ, അല്ലെങ്കിൽ തൂത്തി അതിലേക്ക് ഇട്ട് വയ്ക്കുക. അപ്പം നമ്മൾ വിചാരിക്കും ഇതിപ്പോൾ 2 രൂപ കിട്ടിയിട്ട് എന്താ, അല്ലെങ്കിൽ 5-10 രൂപ കിട്ടിയിട്ടുണ്ടാകും. പക്ഷേ അങ്ങനെയല്ല. ഞാനിപ്പം എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയാമെന്ന്. ഈ കിട്ടുന്ന ചില്ലറ 5 രൂപയും 10 രൂപയൊക്കെ, അല്ലെങ്കിൽ അതിൽ ഇപ്പം നമുക്ക് 50 പൈസയൊന്നുമില്ല, എന്നാലും 1 രൂപയും 2 രൂപയും എന്താണോ കിട്ടുന്നത് അതെല്ലാം തൂത്തിയിലിട്ടിട്ട് അവസാനം 3500-4000 വരെ എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ തൊട്ടടുത്ത് തന്നെ ഓട്ടോ ഡ്രൈവർ ഉണ്ട്. ആ ചേട്ടന് കൊടുത്തപ്പം ഭയങ്കര സന്തോഷം. കാരണം അവർക്ക് കോയിനാണല്ലോ വേണ്ടത്. പെട്ടെന്ന് തന്നെ നമുക്കത് നോട്ടാക്കിയിട്ട് തന്നു കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, നമ്മളിപ്പം എന്ത് സാധനം വാങ്ങിയാലും ബാക്കിയൊക്കെ ചില്ലറയായിട്ട് ചേട്ടന്മാർ തരുമ്പോൾ അവിടെ ഇവിടെയും നമ്മൾ അടുക്കളയുടെ ജനലിൻ്റെ മേലെയോ നമ്മുടെ വാഷ് ബേസിൻ്റെ അവിടെ സൈഡിലോ ഒന്നും വെച്ചിട്ട് വെറുതെ കളയേണ്ട. ഒരു ഭണ്ണാരപ്പെട്ടി അല്ലെങ്കിൽ തൂത്തി വാങ്ങിയിട്ട് അതിലേക്ക് ഇട്ടോ നമ്മുടെ കുട്ടികളെ ശീലിപ്പിക്കുക. ഇത് നമ്മുടെ ക്ഷമയുടെ ഒരു റിസൾട്ടാണെന്ന് തന്നെ പറയാം. അതായത് പെട്ടെന്ന് കിട്ടുന്ന റിസൾട്ട് അല്ലല്ലോ. അപ്പോൾ നമ്മളത് യൂഷ്വലി അത് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിറയുന്ന സമയത്താണല്ലോ നമ്മളിത് പൊട്ടിക്കാൻ നിൽക്കുക. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നതിലേക്ക് അപ്പുറത്തേക്ക് ഒരു പൈസ നമുക്കതിൽ നിന്ന് കിട്ടും കേട്ടോ. ഇനി രണ്ടാമത്തേത്, വീട്ടിൽ വിറകൊക്കെ ഉണ്ടെങ്കിൽ അത് 1 രൂപയ്ക്ക് 2 രൂപയ്ക്കും മടലും വിറകൊക്കെ കൊടുത്തു കഴിഞ്ഞാലും നമുക്ക് ചെറിയൊരു സമ്പാദ്യം ഉണ്ടാവില്ലേ. ഇതെൻ്റെ അമ്മ പഠിപ്പിച്ചു തന്ന പാടാണ് കേട്ടോ. പക്ഷേ എനിക്കിപ്പം കുഞ്ഞു സ്ഥലമായതുകൊണ്ട് വിറകും കാര്യങ്ങളൊന്നുമില്ല. അമ്മയ്ക്ക് ഈ പറഞ്ഞ മാതിരി അച്ഛൻ എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് ചെയ്തു തരുമായിരുന്നു. പക്ഷേ എന്നാലും അമ്മയുടെ പോക്കറ്റ് മണി ഇത് തന്നെയായിരുന്നു കേട്ടോ. മട്ടലും മടലൊക്കെ അമ്മ അടുത്തുള്ള വീട്ടിലെ ചേച്ചിമാരൊക്കെ വരുന്ന സമയത്ത് കുറേയൊക്കെ വെറുതെ കൊടുക്കും. പക്ഷേ അവർ പൈസക്കായിട്ട് തന്നെ ചിലർ വാങ്ങും. അപ്പോൾ വലിയ ഗുഡ്സൊക്കെ നമ്മുടെ ഓട്ടോറിക്ഷ ഗുഡ്സ് ഇല്ലേ, അതൊക്കെ കൊണ്ടുവന്നിട്ട് അതിൽ നിറച്ചു അവർ കല്യാണമൊക്കെ അടുപ്പിച്ചിട്ട് വീട്ടിൽ നിന്ന് വാങ്ങും. അപ്പോൾ അത് അമ്മ പൈസക്കാണ് കൊടുക്കുക. അപ്പോൾ അത് നല്ലൊരു വരുമാനം തന്നെയായിരുന്നു എൻ്റെ അമ്മയ്ക്ക്. അന്നത്തെ കാലമാണ്. പക്ഷേ ഇന്ന് മട്ടലിനും മടലിനൊക്കെ പൈസ കൂടിയിട്ടുണ്ടാവും. അതെത്രയെന്ന് എനിക്കറിയില്ല. പിന്നെ നമ്മുടെ ഗ്യാസിൻ്റെ അവസ്ഥയും അറിയാമല്ലോ. അപ്പോൾ പലരും വിറകടുപ്പിലേക്ക് പോയിട്ടും ഉണ്ടാവും. പറമ്പൊക്കെ ഉള്ളവർ അത് വെറുതെ ഇങ്ങനെ അവിടെ ഇവിടെയും മട്ടലും മടലൊക്കെ ചീഞ്ഞ് അളിയാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട. അതൊക്കെ കളക്ട് ചെയ്ത് ഉണക്കിയിട്ട് ഇതുമാതിരി ഇപ്പം ഹോട്ടലിലൊക്കെ ആൾക്കാർ ഈ വിറകൊക്കെ അന്വേഷിച്ച് വരില്ലേ, അപ്പം നമുക്ക് അതൊക്കെ സെയിൽ ചെയ്യാൻ പറ്റുന്നതാ. ഇനി മൂന്നാമത്തെ ടിപ്പ് എന്താണെന്നറിയോ? നമുക്ക് എന്തായാലും നമ്മുടെ ഹസ്ബൻഡോ അല്ലെങ്കിൽ മക്കളോ വീട്ടാവശ്യത്തിന് വീട്ടു ചിലവിന് നമുക്ക് പൈസ തരില്ലേ, അതിൽ നിന്ന് ഒരു 100-ഓ 50-ഓ മാറ്റി വയ്ക്കുക. എന്നിട്ട് ഈ പറഞ്ഞ മാതിരി ഒരു നമ്മുടെ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചിലവായി പോകും. ഇതുപോലെ പെട്ടെന്ന് എടുക്കാൻ പറ്റാത്ത ഈ തൂത്തിന്ന് തന്നെയാണ് ഞാൻ പറയുക. അത് വേറെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ നോട്ടുകൾ വയ്ക്കുക. അപ്പോൾ നമ്മുടെ ചിലവ് ചുരുക്കുക എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ കഴിവ് തന്നെയാണ്. അതായത് 100 രൂപയ്ക്ക് അല്ലെങ്കിൽ 500 രൂപയ്ക്ക് സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ കണ്ണ് കാണുന്നതെല്ലാം കളക്ട് ചെയ്തിട്ട് നമ്മൾ 500 കൂടുതൽ വാങ്ങി വരുന്നവരും ഉണ്ടാകും. എന്നാൽ ഒരു 400 രൂപയ്ക്ക് സാധനങ്ങൾ വാങ്ങിയിട്ട് 100 രൂപ മിച്ചം വയ്ക്കുന്നവരും ഉണ്ടാകും. അവിടെയാണ് നമ്മുടെ മിടുക്ക്. ഇങ്ങനെ നമ്മുടെ കയ്യിൽ ഇങ്ങനെ മിച്ചം വെച്ചിട്ട്
ഒരു 200 300 ഒക്കെ ആയിട്ട് വന്നിട്ട് ഒരു എമൗണ്ട് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ പെട്ടെന്ന് മകൾക്ക് സുഖയില്ലാണ്ട് നിൽക്കുന്ന സമയത്ത് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോകാൻ നോക്കുമ്പോൾ ഈ പറഞ്ഞ മാതിരി ATM വർക്ക് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ നമുക്ക് ലിക്വിഡ് ക്യാഷ് ആയിട്ട് തന്നെ വേണം. ആ സമയത്ത് നമ്മളത് എടുത്തിട്ട് നമ്മുടെ ഹസ്ബൻഡിന് കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ പൈസ ഉണ്ട് എന്ന് പറഞ്ഞ് കൊടുക്കുമ്പോൾ നമുക്ക് അവർ തരുന്നൊരു റെസ്പെക്റ്റ് ഉണ്ടാവില്ലേ, അത് നമ്മൾ അനുഭവിച്ചാലേ നമുക്കത് മനസ്സിലാകും. ഒറ്റ കാര്യം ഓർത്താൽ മതി, ഇത് നമ്മൾ ആഡംബരത്തിന് വേണ്ടിയിട്ടല്ല, അല്ലെങ്കിൽ നമ്മളിങ്ങനെ അടിച്ചു പൊളിക്കാൻ വേണ്ടിയിട്ടല്ല ഇത് മാറ്റിവെക്കുന്നത്. നമ്മുടെ കുടുംബത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്. നമ്മുടെ മൊബൈൽ ബാലൻസ് പൂജ്യമായാലും ബുദ്ധിയുള്ള ഒരു വീട്ടമ്മയാണെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ബാലൻസ് ഒരിക്കലും പൂജ്യമാവില്ല. അങ്ങനെ ഒരു പണം നമ്മുടെ കയ്യിലുണ്ടാകുമ്പോൾ കിട്ടുന്നൊരു ധൈര്യമില്ലേ, അത് ചെറുതൊന്നുമല്ല. ഇനി 4ാമത്തെ ടിപ്പ്, നമ്മൾ നമ്മുടെ മൈൻഡിനോട് തന്നെ ഒരു ചോദ്യം ചോദിക്കുക. അതായത് ചിലപ്പം ചില കാര്യങ്ങൾ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ അത് വാങ്ങണമെന്ന് നമുക്കൊരു ആഗ്രഹം ഉണ്ടാവില്ലേ. ചിലപ്പം ഓൺലൈനിൽ ഒരുപാട് നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ ഒരു ചുരിദാർ ടോപ്പാണെങ്കിലോ അല്ലെങ്കിൽ ഒരു തവയാണെങ്കിലോ നമ്മുടെ പാൻ ആണെങ്കിലോ എന്താണെങ്കിലും പെട്ടെന്ന് കാണുമ്പോൾ അതിൻ്റെ കളറും ഭംഗിയൊക്കെ കാണുമ്പോൾ നമുക്കത് വാങ്ങണം എന്ന് തോന്നും. പക്ഷേ ഒന്നുകൂടെ ഒന്ന് ചിന്തിക്കുക, എനിക്കിത് എൻ്റെ ആഗ്രഹമാണോ അല്ലെങ്കിൽ എൻ്റെ ആവശ്യമാണോ എന്ന് രണ്ടാമതും ചിന്തിച്ചിട്ട് നമുക്കൊരു ഉത്തരം കിട്ടില്ലേ, ആ ഉത്തരത്തിൻ്റെ പുറകെ ഒന്ന് പോവുക. അല്ലാതെ എടുത്തു ചാടിയിട്ട് പെട്ടെന്ന് കണ്ടതൊക്കെ വാങ്ങുന്നൊരു ശീലം നമ്മൾ കുറച്ചാൽ തന്നെ നമുക്ക് കുറേ നമ്മുടെ പൈസ ലാഭിക്കാൻ പറ്റും. എന്ന് വെച്ചിട്ട് നന്നായിട്ട് പിശുക്കി ജീവിക്കാനല്ല പറയുന്നത്. എന്ത് കാര്യവും 2 തവണ ഒന്ന് ചിന്തിച്ച് നോക്കുക. രണ്ടാമത്തെ ഉത്തരം എന്താണോ അതിനനുസരിച്ച് നമ്മൾ വാങ്ങുകയോ വാങ്ങാതിരിക്കുകയോ ചെയ്യുക. കാണുന്ന നിറത്തിലോ അല്ലെങ്കിൽ അതിൻ്റെ കൗതുകത്തിലോ നമ്മളൊരു സാധനം വാങ്ങിക്കഴിഞ്ഞാൽ കുട്ടിക്ക് കളിപ്പാട്ടം കിട്ടുന്നത് പോലെയോ 1-2 മണിക്കൂർ കഴിഞ്ഞാൽ നമുക്ക് അതിനോടുള്ള ഭ്രമം അങ്ങ് തീരും. എന്നാൽ നമ്മൾ ഒരു ആവശ്യം അനുസരിച്ചിട്ടാണ് വാങ്ങുന്നതെങ്കിൽ നമുക്ക് എന്നും അത് ഉപകാരപ്പെടില്ലേ. അപ്പോൾ 2 തവണ ഒന്ന് ചിന്തിക്കുന്നതല്ലേ നല്ലത്. ഇതിനോട് യോജിക്കുന്നവരും അല്ലാത്തവരും ഉണ്ടാവുകയെ. 1000 രൂപയ്ക്ക് 2 ടോപ്പ് വാങ്ങാൻ ഉദ്ദേശിച്ചിട്ട് 1 മാത്രം വാങ്ങിയിട്ട് ബാക്കി 500 രൂപ നമ്മൾ മിച്ചം വെച്ചാലോ അത് നമ്മുടെ സമ്പാദ്യത്തിലേക്കല്ലേ വരിക. ഇനി 5ാമത്തേത്, നമ്മുടെ പേരിൽ ഒരു ചെറിയൊരു നിക്ഷേപം നമ്മൾ ഉണ്ടാക്കുക. ഹസ്ബൻഡിനോട് പറഞ്ഞിട്ട് ഏറ്റവും നല്ലത് പോസ്റ്റ് ഓഫീസ് തന്നെ കേട്ടോ. അവിടെ പലിശ കുറവാണെങ്കിലും നമ്മളിപ്പം തൂത്തിയിലിട്ട് കഴിഞ്ഞാൽ ആ പൈസ നമുക്ക് എന്തായാലും തിരിച്ചു കിട്ടില്ലേ, അത് കുറയില്ലല്ലോ. അതുപോലെ തന്നെയാണ് ബാങ്കിലിടുകയാണെങ്കിൽ ഓക്കെ, പക്ഷേ പോസ്റ്റ് ഓഫീസിൽ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എന്തായാലും കളക്ഷനിൽ ചേച്ചി വരും. ഇതെൻ്റെ അമ്മയുടെ അടുത്ത് ഞാൻ പഠിച്ച പാടാണ് കേട്ടോ. അമ്മ ഈ പറഞ്ഞ മാതിരി എപ്പോഴും അമ്മയ്ക്കുള്ളൊരു ശീലം തന്നെയായത് പോസ്റ്റ് ഓഫീസിൽ നിക്ഷേപം ഉണ്ടാക്കുക. അത് അച്ഛൻ്റെ അടുത്ത് പറഞ്ഞിട്ട് എല്ലാ മാസവും ആദ്യം അച്ഛൻ്റെ അടുത്ത് പൈസ വാങ്ങും, അമ്മ വാങ്ങും. എന്നിട്ട് ഇതുപോലെ ചേച്ചി വരുന്ന സമയത്ത് ചേച്ചിയുടെ കയ്യിൽ അങ്ങ് കൊടുക്കും. അതിന് രേഖയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമുക്ക് പലിശയും കാര്യങ്ങളൊക്കെ ഇപ്പോഴെങ്ങനെയാണെന്ന് എനിക്കറിയില്ലേ. ഞാൻ ഈ പറഞ്ഞ മാതിരി എത്രയോ വർഷം മുന്നേയുള്ള കാര്യമാണ് നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ പറയുന്നത്. എന്നിട്ട് ഞങ്ങൾ അച്ഛന് ജ്വല്ലറി കേട്ടോ. അമ്മ ഈ പൈസ കിട്ടിക്കഴിഞ്ഞിട്ട് ആ പൈസ കൊണ്ട്, അതായത് കുറേ തവണ അമ്മ ഇത് ചേർത്തിട്ടുണ്ട്, 1 കൊല്ലത്തേക്കൊക്കെയാണ് ചേരുക. ആദ്യത്തെ പൈസ കൊണ്ട് അടുക്കള മാറ്റം വരുത്തി. 2ാമത്തെ പൈസ കൊണ്ട് അച്ഛനോട് പറഞ്ഞിട്ട് അമ്മ പറഞ്ഞു എനിക്ക് തന്നെ ഒരു വള ഉണ്ടാക്കി തരണം, ഞാൻ പൈസ തന്നിട്ട് നിങ്ങൾ എനിക്കൊരു വള ഉണ്ടാക്കി താന്ന് പറഞ്ഞിട്ട് സ്വർണ്ണത്തിൻ്റെ വള ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഭാര്യ ഭർത്താവിന് പൈസ കൊടുത്തിട്ട് സ്വർണ്ണത്തിൻ്റെ വള ഉണ്ടാക്കലോ എന്ന്. പക്ഷേ അതങ്ങനെയല്ല. അമ്മയ്ക്ക് വേണ്ടുന്ന എല്ലാം അച്ഛൻ തന്നെയാണ് കടയിൽ നിന്ന് എടുത്തിട്ട് കൊടുത്തിരുന്നത്. പക്ഷേ അമ്മ സ്വന്തമായിട്ട് സമ്പാദിച്ചതെന്ന് വെച്ചാൽ അച്ഛൻ്റെ കയ്യിൽ നിന്ന് എടുത്തിട്ട് സൂക്ഷിച്ച് വെച്ചതാണ്. എന്നാലും സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് അമ്മേൻ്റെ പൈസയാവുമല്ലോ. എന്നിട്ട് അമ്മ പറഞ്ഞു ഞാനുണ്ടാക്കിയ പൈസ കൊണ്ട് എനിക്ക് വള ഉണ്ടാക്കി തരണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്തതാണ്. പൊന്നിൻ്റെ വില അങ്ങ് അടുത്തുകൂടാ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പല കാര്യങ്ങളും ഇന്നത്തുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഭർത്താവിൻ്റെ പേരിൽ സ്വത്തും മകൻ്റെ പേരിൽ ചിലപ്പം ബാങ്ക് ബാലൻസ് ഉണ്ടായാലും നമ്മുടെ പേരിൽ ഉണ്ടാകുന്ന ഒരു പാസ്ബുക്ക് ഉണ്ടാവില്ലേ, അത് കാണുമ്പോൾ ഉള്ളൊരു ഗമ വേറെ തന്നെയാണ്. നമ്മൾ ഇതുപോലെ പോസ്റ്റ് ഓഫീസിലോ ബാങ്കിലോ ഇട്ടിട്ടുണ്ടാക്കുന്ന ചെറിയൊരു എമൗണ്ട് ഉണ്ടാവില്ലേ, അത് ചിലപ്പോൾ 500 രൂപയോ 5000 ചിലപ്പോൾ 15 ആയിരിക്കും. അത് നമ്മുടെ പേരിൽ തന്നെ ഇരിക്കട്ടെ. ഇനി 6ാമത്തൊരു കാര്യം പറ്റുവാണെങ്കിൽ ചെയ്ത് നോക്കുക കേട്ടോ. അതായത് ദിവസവും ചിലവാക്കുന്നത് ഒന്ന് നോട്ട്ബുക്കിൽ എഴുതി കഴിഞ്ഞാൽ അത് 2-3 ദിവസം മാത്രം എഴുതിയാൽ മതി. അങ്ങനെ എഴുതി കഴിയുമ്പോൾ നമ്മൾ അറിയാതെ പോയ ചില പൈസകൾ നമുക്ക് മനസ്സിലാവും. ചിലപ്പം പാലിൻ്റെ പൈസ, പച്ചക്കറിയുടെ പൈസ, അതുപോലെ തന്നെ മീനിൻ്റെ എല്ലാം നമ്മൾ എഴുതുന്ന കൂട്ടത്തിൽ അനാവശ്യമായിട്ട് എവിടെയാണ് ചിലവായത് എന്ന് നമുക്കൊന്ന് പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ചിന്തിക്കുക അയ്യോ ഇത് ഞാൻ വെറുതെ വാങ്ങിയതാണല്ലോ. അങ്ങനെ ചിന്തിക്കുമ്പോൾ പിന്നീട് അടുത്ത മാസമോ അല്ലെങ്കിൽ അടുത്ത ആഴ്ചയോ നമുക്കത് ഒഴിവാക്കാൻ തോന്നില്ലേ. ഈ 6 കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾക്കിത് ലൈഫിൽ പ്രാവർത്തികമാക്കണം, അല്ലെങ്കിൽ ഇതെനിക്ക് ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കണമെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയണേ. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഇതൊക്കെ പറയുമ്പോൾ
എൻ്റെ മൈൻഡിൽ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിലുള്ള ആളുകളായിരിക്കും ഈ വീഡിയോ കാണുന്നത് എന്നാണ്. നല്ല റിച്ച് ആയിട്ടുള്ള കുടുംബത്തിലൊക്കെ ഉള്ളവർ എങ്ങാനും ഇത് കണ്ടു പോയിട്ടുണ്ടെങ്കിൽ അവർക്കിതൊക്കെ കേൾക്കുമ്പോൾ തന്നെ ചിരി വരുന്നുണ്ടാവും. ഇതെന്തൊക്കെയാണ് പറയുന്നതെന്ന്. അവരെ ഉദ്ദേശിച്ചിട്ടല്ല, നമ്മളെപ്പോലെയുള്ള സാധാരണക്കാരെ ഉദ്ദേശിച്ചിട്ട് പറഞ്ഞതാണ്. 500 1000 നമ്മളായിട്ട് ഇതുപോലെ കയ്യിലുള്ളതിൽ നിന്നും ഒതുക്കി വെച്ചിട്ട് നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ അത് നമുക്ക് നമ്മുടെ അത്യാവശ്യ കാര്യത്തിന് ഉപകരിക്കാൻ പറ്റുമെന്ന് മാത്രമാണ് ഈ ഒരു വീഡിയോയിലൂടെ ഉദ്ദേശിച്ചത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും പറയുക. യൂസ്ഫുൾ ആണെങ്കിൽ ഒരുപാട് ഞാൻ താങ്ക്സ് നിങ്ങളുടെ അടുത്ത് പറയുകയാണ്. ഇത്രയും നേരം കേട്ടില്ലേ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അല്ലേ. താങ്ക്